നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 നമുക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെയും റാങ്കിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കർണാടകത്തിലെ മെഡിക്കൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് cet.online.karnataka.gov.in. CET 2025. കർണാടക സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റിയുള്ള എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും അവരുടെ സ്റ്റേറ്റ് കോട്ട വഴിയുള്ള MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, എഞ്ചിനീയറിംഗ്, BSc നഴ്സിംഗ് പോലെയുള്ള 2025-26 അധ്യയന വർഷത്തിലെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കും അപേക്ഷിക്കേണ്ടതാണ് CET 2025. അതിൽ MBBSനും BDSനും പ്രത്യേകിച്ച് പ്രവേശന പരീക്ഷ കർണാടകത്തിലായിട്ട് എഴുതേണ്ടതില്ല. നീറ്റ് 2025 മാത്രം എഴുതിയാൽ മതിയാകും. ബാക്കി കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് ലഭിക്കുന്ന എഞ്ചിനീയറിംഗ്, ബാക്കി മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ എല്ലാം പരീക്ഷ ഏപ്രിൽ 16, 17 തീയതികളിലാണ്. കാസർഗോഡ്, മഞ്ചേശ്വരം, ഹോസ്ദുർഗ് താലൂക്കുകളിൽ കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി ക്വാളിഫൈ ചെയ്ത് കർണാടകത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും 25% സീറ്റുകൾക്ക് അർഹത നേടാനുള്ള കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് ഏപ്രിൽ 18 തീയതിയാണ്. അവരും CET 2025 ക്ലോസ് D പ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കർണാടകത്തിൽ ഈ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള മെഡിക്കൽ സീറ്റുകൾ, MBBS, BDS സീറ്റുകളിൽ കേരളൈറ്റ്സ് ആയിട്ടുള്ളവർക്ക് കിട്ടുന്ന സീറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മേഖലയിലെ 15% സീറ്റുകളും സ്വകാര്യ മേഖലയിലെ 15% സീറ്റുകളും സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ സിറിയൻ കാത്തലിക്സിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന 55 സീറ്റുകളും കന്യാസ്ത്രീ സമൂഹത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന 25 സീറ്റുകളും എല്ലാ വിഭാഗക്കാർക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന 10 സീറ്റുകളുമാണ്. സെൻറ്റ് ജോൺസ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലും 12 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുള്ള MBBS സീറ്റിന് താല്പര്യമുള്ളവരാണ് ഇപ്പോൾ കേരളീയർ ആയ നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. CET 2025 ഓൺലൈൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറുമാണ്. 50 KB താഴെയുള്ള JPEG ഫോർമാറ്റാണ്. പിന്നെ ഓരോ വിഭാഗത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ യഥാസമയം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അപ്ലൈ ചെയ്യുന്ന കേരളീയരായിട്ടുള്ള റോമൻ കാത്തലിക്സ് അല്ലെ സിറിയൻ കാത്തലിക്സ് വിഭാഗക്കാർ ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ ആയിട്ടില്ല. അത് 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ CETയുടെ സൈറ്റിൽ വരികയും നിശ്ചിത ഫോർമാറ്റിൽ ആ സർട്ടിഫിക്കറ്റുകൾ മേടിച്ച് യഥാസമയം അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ ക്ലോസ് Y പ്രകാരം കേരളീയരായ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന CET 2025 ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമേ അപ്ലോഡ് ചെയ്യാനുള്ളൂ. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 18 തീയതി തീരുന്നതിന് മുമ്പ് തന്നെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മറ്റുള്ള മെഡിക്കൽ കോളേജിലൊക്കെ അപ്ലൈ ചെയ്യുന്നവർ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് യഥാസമയം വെബ്സൈറ്റ് വഴി നിങ്ങൾ നോക്കി മനസ്സിലാക്കി ചെയ്യുകയും ചെയ്യണം. നീറ്റ് 2025 പരീക്ഷയ്ക്കും റിസൾട്ടിനും ശേഷം സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന റോമൻ കാത്തലിക്സ് വിഭാഗം അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് KEAയുടെ ഓഫീസ് ബാംഗ്ലൂരിലുള്ള മല്ലീശ്വരം ഓഫീസിൽ നേരിട്ട് ചെന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കുക. ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയമാകുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. നീറ്റ് എക്സാം എഴുതി റിസൾട്ട് വന്നതിന് ശേഷം മല്ലീശ്വരത്ത് ബാംഗ്ലൂരിൽ KEAയുടെ ഓഫീസിലെത്തി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ഹാജരാവുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി cet.online.karnataka.gov.in CET 2025. ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക്, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, എലിജിബിലിറ്റി ക്ലോസ്, കർണാടക സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ക്ലോസ് A മുതൽ ക്ലോസ് O വരെയുള്ള ഏതെങ്കിലും ഒരു ക്ലോസിൽ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ഈ ക്ലോസുകളിലൊന്നും നിങ്ങൾക്ക് അർഹതയില്ല എങ്കിൽ കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾ സെൻറ്റ് ജോൺസും ഉൾപ്പെടെയുള്ള കോളേജ് സീറ്റുകൾ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. കർണാടകത്തിലെ ഗവൺമെൻറ് കോളേജുകളുടെ 15% ഓൾ ഇന്ത്യ കോട്ട വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കർണാടകത്തിലെ മാനേജ്മെൻറ്റ് സീറ്റിന് താല്പര്യമുള്ളവർ മാത്രം ഇപ്പോൾ CET 2025 ഓൺലൈൻ അപ്ലൈ ചെയ്താൽ മതിയാകും. ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക്. കോഴ്സുകൾ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ആയുഷ്, വെറ്റിനറി, ഫാം സയൻസ്, അഗ്രികൾച്ചർ, ആർക്കിടെക്ചർ, നഴ്സിംഗ്, ഫാർമസി, പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഇത് CET 2025 വഴി ഉള്ളത്. ഇതിൽ കേരളീയരായ നമുക്ക് കിട്ടുന്നത് മെഡിക്കൽ ആൻഡ് ഡെൻ്റലും നഴ്സിംഗും മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുകയുള്ളൂ. BSc നഴ്സിംഗിന് ഏപ്രിൽ 16, 17 തീയതികളിൽ പരീക്ഷ എഴുതിയിരിക്കണം.
മെഡിക്കൽ ദന്തലിന് പ്രത്യേകിച്ച് പരീക്ഷകളില്ല. നീറ്റ് 2025 എഴുതിയാൽ മാത്രം മതിയാകും. നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തയ്യാറാക്കേണ്ടത് 10th രജിസ്റ്റർ നമ്പർ അഥവാ റോൾ നമ്പർ, +2 പാസ്സായി കഴിഞ്ഞവരാണെങ്കിൽ +2ൻ്റെ റോൾ നമ്പർ. റിസർവേഷൻ കാറ്റഗറി നമ്മളെ ബാധകമല്ല. എന്നാൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരും അവരുടെ സർട്ടിഫിക്കറ്റുകൾ അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിന് അപ്ലോഡ് ആകുമ്പോൾ തയ്യാറാക്കേണ്ടതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും 50 കിലോബൈറ്റ്സിൽ താഴെയുള്ള JPEG ഫോർമാറ്റ്. നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ ഫോർ ന്യൂ യൂസർ, പിന്നീട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാനും നീറ്റിൻ്റെ സ്കോറൊക്കെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ലോഗിൻ ഉപയോഗിക്കാം. ഇപ്പോൾ പ്രൊസീഡ് ടു രജിസ്ട്രേഷൻ ഫോർ ന്യൂ യൂസർ. നമ്മൾ കർണാടകത്തിൽ പഠിച്ചവരാണോ എന്നുള്ളതാണല്ലോ ആദ്യം അറിയേണ്ടത്. അവിടുത്തെ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കർണാടകത്തിൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നോ എന്ന് കൊടുക്കുന്നു. കർണാടകത്തിൽ 10th പഠിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എവിടെയാണ് നമ്മൾ CBC ആണ് പഠിച്ചതെങ്കിൽ CBC ഔട്ട്സൈഡ് കേരള കർണാടക വെക്കാം. അതുപോലെ ICC ആണെങ്കിൽ കർണാടക ഔട്ട്സൈഡ് വെക്കാം. സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരള എന്ന് വെക്കാം. കേരളത്തിൽ നമ്മൾ 10th റോൾ നമ്പർ വെക്കുന്നു. 10th റോൾ നമ്പർ വെക്കുമ്പം ഇയർ ആദ്യം വെക്കുന്നു. 2025 +2 എഴുതുന്നവർ 2023 10th പഠിച്ചിരിക്കുന്നത്. അപ്പോൾ 2023 എന്നുള്ള ഇയർ കൊടുത്തിട്ട് 2023 എന്ന് കൊടുത്തിട്ട് വേണം 10th റോൾ നമ്പർ ആഡ് ചെയ്യാൻ. 2024 +2 കഴിഞ്ഞവർ സ്വാഭാവികമായിട്ടും 2022 10th എഴുതിയത്. അപ്പം റോൾ നമ്പർ തുടങ്ങുന്നത് 2022, ബാക്കി 10th റോൾ നമ്പർ. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവരുടെയും CBC വിഭാഗക്കാരുടെയും സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ വെരിഫൈ ചെയ്യാൻ സാധിക്കും. കേരള സ്റ്റേറ്റ് സിലബസിലുള്ളവരുടെ വെരിഫൈ ചെയ്യാൻ സാധിക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ നമ്മൾ തന്നെ എൻട്രി ചെയ്ത് കൊടുക്കണം. കാൻഡിഡേറ്റിൻ്റെ പേര് ആസ് പെർ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് ആസ് പെർ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ, 10th പാസ്സായ വർഷം. ഇപ്പം ബോർഡ് എക്സാം എഴുതുന്നവരാണെങ്കിൽ 2023 അല്ലെങ്കിൽ 2022, ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, സാറ്റ്സ് നമ്പർ നമുക്ക് വേണ്ട, കേരളീയരാർക്ക് വേണ്ട. ദെൻ വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ, +2 സയൻസ് സ്ട്രീം, നാഷണാലിറ്റി ഇന്ത്യൻ, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, മൊബൈലിലോട്ട് OTP വരും. പിന്നെ നമുക്കൊരു പാസ്വേഡ് വീണ്ടും എൻട്രി ചെയ്യുന്നു, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു 50 കിലോബൈറ്റ്സ് താഴെയുള്ളത്. ക്യാപ്ച എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം മൊബൈൽ OTP വന്നിരുന്നു. അതിനുശേഷം നമുക്ക് മൊബൈലിൽ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്ത് വരും. അതിനുശേഷം ആ ആപ്ലിക്കേഷൻ നമ്പരും നാം തന്നെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. നമ്മൾ മൊബൈലിൽ വന്ന ആപ്ലിക്കേഷൻ നമ്പരും നാം തന്നെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ നമുക്കിവിടെ കാണാം. നമ്മുടെ പേര്, ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കാണാം. ജനറൽ ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി ക്ലോസ്, റിസർവേഷന്, സ്റ്റഡി ഡീറ്റെയിൽസ്, NRI നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അപ്ലോഡ് സിഗ്നേച്ചർ, ദെൻ പേയ്മെൻറ്റ്, ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട്. ഇത്രയും പ്രോസസ്സാണ് ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉള്ളത്. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഓരോ സമയത്തും അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഇൻറ്റിമേഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറുണ്ട്, പേരുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, നമ്മുടെ അഡ്രസ്സിനകത്ത് സ്റ്റേറ്റ്, അതിനുശേഷം ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, ദെൻ അഡ്രസ്സ്, പിൻകോഡ്, ക്വാളിഫിക്കേഷൻ സയൻസ് സ്ട്രീം, നാഷണാലിറ്റി, അതിനുശേഷം റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. റിലീജിയൻ ചോദിക്കുന്നതിനകത്ത് റോമൻ കാത്തലിക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഓപ്പൺ കാറ്റഗറിയാണ് വേണ്ടതെങ്കിൽ ഏത് ക്രിസ്ത്യൻ ആണെന്നുള്ളത് കൊടുക്കുന്നു. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അതനുസരിച്ച് കൊടുക്കുന്നു. റോമൻ കാത്തലിക്സ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ സെൻറ്റ് ജോൺസിനും കൂടെ കൂടുതലായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കാത്തലിക്സ് വിഭാഗമാണെങ്കിൽ നമുക്ക് അതും കൂടെ ചോദിക്കുന്നുണ്ട്. റോമൻ കാത്തലിക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. മദർ ടങ്ക് കന്നഡയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതേഴ്സ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്, മലയാളം എന്ന് കൊടുക്കാനായിട്ടില്ല. ദെൻ നമ്മൾ സേവ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നും സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകുന്നു. നമ്മുടെ എലിജിബിലിറ്റി ക്ലോസ്, നമുക്ക് ഏത് എലിജിബിലിറ്റി ആണുള്ളതെന്ന് നോക്കുന്നു. നമ്മൾ NRI ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. 1 മുതൽ 12 വരെയുള്ള അക്കാഡമിക് ഇയറിൽ നമ്മൾ എത്ര വർഷം കർണാടകത്തിൽ പഠിച്ചു എന്ന് ചോദിക്കുന്നു. 1 മുതൽ 12 വരെയുള്ള അക്കാഡമിക് ഇയറിൽ 7 വർഷമെങ്കിലും കർണാടകത്തിൽ പഠിച്ചാലാണ് നമുക്ക് അവിടുത്തെ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി കിട്ടുന്നത്. നമ്മൾ കർണാടകത്തിൽ പഠിക്കാത്തവരാണെങ്കിൽ 0 എന്ന് കൊടുക്കുന്നു. ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ബോർഡ് CBC ഔട്ട്സൈഡ് കർണാടക, അല്ല ISC ഔട്ട്സൈഡ് കർണാടക, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് സിലബസ് എന്ന് കൊടുക്കുന്നു. പിന്നെ +2ൻ്റെ റോൾ നമ്പർ കൊടുക്കുന്നു. പിന്നെ +2 കംപ്ലീറ്റ് ആകുന്ന വർഷം 2025 അല്ല 2024 നിങ്ങളത് കൊടുക്കുന്നു. ദെൻ ഏത് ഡിസ്ട്രിക്റ്റിലാണ് +2 പഠിച്ചതെന്നുള്ളത് കൊടുക്കുന്നു. പിന്നെ അത് ഗവൺമെൻറ് കോളേജ് ആണോ എയ്ഡഡ് ആണോ എന്ന് കൊടുക്കുന്നു.
പ്രീവിയസ് ഇയറിൽ നീറ്റ് അപ്പിയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു, ഇല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പ്രീവിയസ് നീറ്റിൻ്റെ റോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 2024 എഴുതിയവരാണെങ്കിൽ നീറ്റിൻ്റെ റോൾ നമ്പർ കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാം. പിന്നെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് ചോദിക്കുന്നു, നോയാണ്. പിന്നെയാണ് എലിജിബിലിറ്റി ക്ലോസ് വരുന്നത്, നമ്മൾ ക്ലോസ് വൈ ആണ്. കേരളീയരായിട്ടുള്ളവർ ക്ലോസ് വൈ എന്നാണ് കൊടുക്കേണ്ടത്. അവിടെ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉള്ളവരാണ് എ മുതൽ ഒ വരെ കൊടുക്കേണ്ടത്. കാസർഗോഡ്, മഞ്ചേശ്വരം, ഹോസ്ദുർഗ് താലൂക്കിലുള്ളവരാണെങ്കിൽ കന്നഡ ടെസ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ ക്ലോസ് ഡി എന്ന് കൊടുക്കുകയും ചെയ്യാം. മൂന്നാമത്തെ പേജിലോട്ട് പോകുമ്പോഴേക്കും ഈ റിസർവേഷൻ ഏതൊക്കെയാണുള്ളതെന്നാണ് നോക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് കേരളീയരായിട്ടുള്ളവർക്ക് ആകെയുള്ള റിസർവേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നത് ക്രിസ്ത്യൻ ആണെങ്കിൽ ഈ റോമൻ കാത്തലിക്സ് ആണോ എന്നൊരു ചോദ്യം, സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ വേണോ എന്ന് ചോദിക്കും. അവിടെ ഏത് കാറ്റഗറിയിലാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കും. ഓൾ ഇന്ത്യ ജനറൽ ഓപ്പൺ മെറിറ്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും എല്ലാവർക്കും ഉള്ള 10 സീറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ റോമൻ കാത്തലിക്സ് അല്ലാത്ത എല്ലാവരും ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റിന് കൊടുക്കാം. കന്യാസ്ത്രീ സമൂഹം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. റോമൻ കാത്തലിക്സ് ആയിട്ടുള്ളവർ റോമൻ കാത്തലിക്സ് ക്രിസ്ത്യൻ ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. റോമൻ കാത്തലിക്സ് ക്രിസ്ത്യൻ ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റ് 55 സീറ്റാണ് അങ്ങനെ ഉള്ളത്. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും റിസർവേഷൻ NCC അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കോളത്തിൽ അങ്ങനെ 3 കോളങ്ങൾ മാത്രമേ ഫില്ല് ചെയ്യാനുള്ളൂ. അടുത്ത പേജ് സ്റ്റഡി ഡീറ്റെയിൽസ് ആണ്. 1 മുതൽ 12 വരെ ഉള്ള അക്കാഡമിക്കുകളിൽ നമ്മൾ എവിടെയാണ് പഠിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് കർണാടക സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉണ്ടോ എന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഏത് വർഷമാണ് 12ാം ക്ലാസ് മുതൽ, നമുക്ക് 12ാം ക്ലാസ് മുതൽ തിരിച്ച് ഫില്ല് ചെയ്യുന്നതാണ് എളുപ്പം. 1 മുതൽ 12 വരെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വർഷം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം 12ാം ക്ലാസ് എന്ന് കൊടുക്കുന്നു, ഇയർ കൊടുക്കുന്നു, ബോർഡ് കൊടുക്കുന്നു, അതുപോലെ തന്നെ കോളേജിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു. അഡ്രസ്സ് കൊടുത്തിട്ട് നമുക്ക് ആഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. അങ്ങനെ 1 ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വർഷവും അതിൻ്റെ ഡിസ്ട്രിക്റ്റും സ്കൂളിൻ്റെ അഡ്രസ്സും നമുക്ക് കൊടുത്ത് ഫില്ല് ചെയ്യാം. അങ്ങനെ 12 വരെ ചെയ്യുമ്പോഴത്തേക്കും അക്കാഡമിക് ഡീറ്റെയിൽസ് ഫില്ലായി. അടുത്ത പേജിലോട്ട് പോകാം. അടുത്ത പേജ് നമ്മൾ ആദ്യത്തേനകത്ത് തന്നെ NRI ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കോളം നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും അടുത്ത പേജ് അവിടുത്തെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ NRI സീറ്റിന് താല്പര്യമുള്ളവർ ആ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ്. പിന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഏത് ക്ലോസ് കൊടുക്കുന്നോ ആ ക്ലോസിനനുസരിച്ച് ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഇവിടെ വരും. അതിൽ നമ്മൾ ഫോട്ടോ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നീട് സിഗ്നേച്ചർ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൂ. 50 കിലോബൈറ്റ്സ് താഴെയുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വരുമ്പോൾ അതിൽ നിന്ന് ഫോം ഡൗൺലോഡ് ചെയ്ത് ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റും ബാപ്റ്റിസവും കൂടെ ഒരുമിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അത് ചോദിച്ചിട്ടില്ല. ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമേ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൂ. ഫെബ്രുവരി 18-ാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുമുള്ള സമയം. നമ്മൾ BSc നേഴ്സിങ്ങോ അല്ലെ കന്നഡ ലാംഗ്വേജ് ടെസ്റ്റോ എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് CET എക്സാം എഴുതാൻ ആഗ്രഹമില്ല, നമ്മൾ MBBS BDSന് മാത്രമേ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളെങ്കിൽ നമ്മൾ നോ കൊടുക്കുന്നു. എന്നാൽ നേഴ്സിങ്ങോ കന്നഡ ലാംഗ്വേജ് ടെസ്റ്റോ എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ യെസ് എന്ന് പറയുന്നു. നമ്മൾ ഈ CET അപ്ലൈ ചെയ്യുന്നത് ഏത് അഡ്മിഷൻ എടുക്കാനാണെന്ന് ചോദിക്കുന്നു. നീറ്റ് നമ്മൾ MBBS BDSന് മാത്രമേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളെങ്കിൽ നമ്മൾ നീറ്റ് എന്ന് കൊടുക്കുന്നു. നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ കോപ്പി ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാം. ഇനി പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സെക്ഷനിൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇപ്പോൾ അപ്ലോഡ് ആയിട്ടില്ല. ഇവിടെ നമുക്ക് 2500 രൂപ ഓൺലൈനായിട്ട് അല്ലെ എത്രയാണോ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ്, നമ്മൾ എഴുതുന്ന പരീക്ഷ ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷൻ ഫീസ് വരും. അതിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതോടുകൂടി നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫെബ്രുവരി 18-ാം തീയതി വരെയുള്ള സമയത്തിനിടയ്ക്ക് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടി അപ്ലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ സമയത്ത് മാർച്ചിലോ ഏപ്രിലോ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. ആ സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആ റിസൾട്ട് നമ്മൾ ഈ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കർണാടകത്തിൻ്റെ ആ ഒരു ലിസ്റ്റായിട്ട് മാത്രം പബ്ലിഷ് ചെയ്യും നീറ്റ് എക്സാം എഴുതിയവരുടെ. അതിനുശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ കൊടുക്കേണ്ടത്. ഏത് കോളേജുകളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കോളേജുകളുടെ പ്രിഫറൻസ് ഓർഡർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് സെലക്ട് ചെയ്തിരിക്കുന്നവർ അവിടെ KEയുടെ ഓഫീസിൽ ചെന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. വെരിഫിക്കേഷൻ സ്ലിപ്പൊക്കെ ആയിട്ട് പ്രിൻ്റ് എടുക്കേണ്ടതാണ്. അതിപ്പോഴൊന്നുമില്ല, ജൂൺ മാസം ജൂലൈ മാസത്തിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം CET 2025 ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.